Class 7, Chapter 3, Nyay Mantri. If you want more videos, please write which class and chapter name in comment box. संध्या का समय था, इवनिंग टाइम ആയിരുന്നു. चारों ओर अंधकार फैल चुका था. എല്ലാവരുടെയും ഇരുട്ട് ആയിട്ടുണ്ടായിരുന്നു. अंधकार ഇരുട്ട്. ऐसे में किसी ने बाहर से घर का दरवाज़ा खटखटाया. അങ്ങനത്തെ സമയത്ത് വെളിയിൽ നിന്ന് ആരോ വീടിൻ്റെ വാതിൽ ദർവാജ വാതിൽ കൊട്ടി. कौन है? ब्राह्मण शिशुपाल ने दरवाज़ा खोलते हुए पूछा. शिशुपाल എന്ന ബ്രാഹ്മണൻ വാതിൽ തുറന്നിട്ട് ചോദിച്ചു. एक परदेशी. बाहर से आवाज़ आई. വെളിയിൽ നിന്ന് ശബ്ദം വന്നു. ഒരു പരദേശിയാണ്, അതായത് ഫോറിനറാണ്. क्या मुझे रात काटने के लिए स्थान मिल जाएगा? എനിക്ക് രാത്രി ചിലവഴിക്കാനായിട്ട് കുറച്ച് സ്ഥലം കിട്ടുമോ? അതായത് കുറച്ച് ഈ രാത്രി മുഴുവൻ കഴിയാനായിട്ട് എനിക്ക് കുറച്ച് വീട്ടിൽ സ്ഥലം തരുമോ? जैसे ही शिशुपाल ने दरवाज़ा खोला, उनके सामने एक नवयुवक खड़ा था. ശിശുപാൽ വാതിൽ തുറന്നതും അവിടെ ഒരു നവയുവക്, അതായത് യങ് മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. उन्होंने मुस्कुराकर कहा, यह मेरा सौभाग्य है. अतिथि के चरणों से यह घर पवित्र हो जाएगा. आइए पधारिए. ശിശുപാൽ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ സൗഭാഗ്യമാണ്. അതിഥികൾ വരുന്നത് ഈ വീടിന് ഒരു പവിത്രത തന്നെ കൊണ്ടുവരും. വരൂ, ഉള്ളിലേക്ക് വരൂ. അതിഥി को लेकर शिशुपाल घर के भीतर गए. അതിഥിയെ കൊണ്ട് ശിശുപാൽ വീടിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. शिशुपाल के पुत्र ने अतिथि का आदर सत्कार किया. ശിശുപാലിൻ്റെ മകൻ അതിഥിയെ നല്ലോണം വെൽക്കം ചെയ്തു. यह देख परदेशी मुग्ध हो गया. ഇത് കണ്ട് ആ പരദേശി പരദേശിക്ക് സന്തോഷമായി. ഭോജൻ ആദി സേ നിബട്കർ ദോനോ ബാത്തേ കർണേ ലഗേ. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട്, നിബട്കർ പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും സംസാരിക്കാൻ തുടങ്ങി. ബാത്ത് ഉസ് സമയ കി ദേശ് കി ദശ പർ ചൽ രഹി ഥി. വർത്തമാനം ആ സമയത്ത് ദേശത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആയിരുന്നു. ശിശുപാൽ ബോൽ ഉഠേ. ശിശുപാൽ പറഞ്ഞു, ആജ്കൽ ബഡാ അന്യായ ഹോ രഹാ ഹെ. മേരാ തോ ഖൂൻ ഖോൽ ഉഠ്താ ഹെ. ഇപ്പോഴൊക്കെ കുറേ അന്യായങ്ങളാണ് നടക്കുന്നത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഖൂൻ ഖോൽ ഉഠ്ന പറഞ്ഞാൽ എനിക്ക് വല്ലാതെ ദേഷ്യം വരാറുണ്ട്. പരദേശി ഇസ് ബാത് സെ സെഹമത് നാ ഥാ. പരദേശിക്ക് ഈ സംസാരം ശരിയായി തോന്നിയില്ല, അതായത് അപ്രൂവ് ആയില്ല, ഒരേ ചിന്ത ആയിരുന്നില്ല പരദേശിക്ക്. കുച്ച് ചിടുക്കർ വഹ ബോല. കുറച്ച് ദേഷ്യം അല്ലെങ്കിൽ വർത്തമാനം ശിശുപാൽ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ പരദേശിയും പറഞ്ഞു, ദോഷ് നിക്കാൽനാ തോ സുഗം ഹെ, പരന്തു കുച്ച് കർക്കെ ദിഖാന കഠിൻ ഹെ. ദോഷം കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. സുഖം ഹെ, എളുപ്പമാണ്. പക്ഷേ എന്തെങ്കിലും കാണിച്ച് ചെയ്യാൻ അത് വളരെ പ്രയാസം ഉള്ളതാണ്. शिशुपाल को ऐसा लगा जैसे किसी ने उसके मर्म को छू दिया हो. ശിശുപാലിന് ആ ഉത്തരം ഇഷ്ടപ്പെടാണ്ട് ശിശുപാലിന് തോന്നി അവൻ്റെ എന്തോ വർത്തമാനം കട്ട് ചെയ്യണ പോലെയാണ് അവന് തോന്നിയത്, അതായത് എതിർക്കണ പോലെയാണ് അവന് തോന്നിയത്. എന്നിട്ട് പറഞ്ഞു, ബോലെ അവസർ മിലേ തോ ദിഖാ ദൂം കി ന്യായ് കിസെ കഹത്തെ ഹെ. എനിക്കൊരു ചാൻസ് കിട്ടിയാൽ, അവസർ പറഞ്ഞാൽ ചാൻസ് കിട്ടിയാൽ ഞാൻ കാണിച്ചു കൊടുക്കാം എന്താണ് ന്യായം എന്ന്. അപ്പോൾ പരദേശി പറഞ്ഞു, തോ ആപ് അവസർ ചാഹത്തെ ഹെ. അതായത് നിങ്ങൾക്ക് ചാൻസ് വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ഹാ അവസർ ചാഹത്താ ഹൂം. ശിശുപാൽ പറഞ്ഞു. ഫിർ കോയി അന്യായ നഹി ഹോഗാ. അപ്പോൾ പരദേശി പറഞ്ഞു, അപ്പോൾ പിന്നെ ഒരു അന്യായം നടക്കില്ലല്ലോ. ശിശുപാൽ പറയാണ്, ബിൽക്കുൽ നഹി, അബ്സല്യൂട്ട്ലി നോട്ട്. ഒട്ടും പറ്റില്ല, ഒട്ടും നടക്കില്ല. കോയി അപരാധി ദണ്ഡ് സേന ബച്ചേഗ. അപ്പോൾ പരദേശി പറഞ്ഞു, ഒരു അപരാധിയും ക്രിമിനലും ദണ്ഡ് പണിഷ്മെൻറ്റിൽ നിന്നും ബച്ചേഗ രക്ഷപ്പെടില്ല. ഒരു അപരാധിയും പണിഷ്മെൻറ്റിൽ നിന്നും രക്ഷപ്പെടില്ല.
ശിശുപാൽ പറഞ്ഞു നെഹി. അപ്പോൾ പരദേശീനെ മുസ്കുരാക്കർ കഹ, അപ്പോൾ ചിരിച്ചു പറഞ്ഞു യേ ബഹുത് കഠിൻ കാം ഹെ, ഇത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. കുച്ച് ഭി കഠിൻ നഹി ഹോത്ത, ശിശുപാൽ പറഞ്ഞു ഒട്ടും പ്രയാസമുള്ളതല്ല, ഒരു കാര്യവും ഒട്ടും പ്രയാസമുള്ളതല്ല. മേ ന്യായ കാ ഡങ്ക ബജാക്കർ ദിഖാ ദൂങ്ക, എങ്ങനെയാണ് ന്യായം ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ന്യായത്തിൽ ശരിക്ക് എങ്ങനെയാണ് ന്യായം കൊണ്ടുവരിക എന്ന് ഞാൻ കാണിച്ചു തരാം. परदेशी के मुख पर धीरे से एक मुस्कुराहट आई और चली गई. ഇങ്ങനത്തെ വർത്തമാനം കേട്ടപ്പോൾ പരദേശിയുടെ മുഖത്ത് സന്തോഷം തോന്നി. ശിശുപാൽ പറഞ്ഞുള്ളൂ എനിക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാമെന്ന്. അത് കേട്ടതും പരദേശിയുടെ മുഖത്ത് സന്തോഷം വന്നു. ഇസ്കെ ബാദ് ബി ഉൻകി ബാത്തേ ചൽത്തി രഹി, ഇത് കഴിഞ്ഞിട്ടും അവരുടെ സംസാരം നടന്നുകൊണ്ടിരുന്നു. ഫിർ കുച്ച് ദേർ ബാദ് വേ സോ ഗയ്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഉറങ്ങി. सुबह उठकर परदेशी ने शिशुपाल को धन्यवाद देकर उनसे विदा ली. രാവിലെ പരദേശി ശിശുപാലിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. कुछ दिनों बाद शिशुपाल का घर पूछते पूछते कुछ सिपाही आए और उन्हें दरबार में चलने के लिए कहा. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശിശുപാലിൻ്റെ വീട് അന്വേഷിച്ച് കുറച്ച് സോൾജേഴ്സ് അല്ലെങ്കിൽ സിപ്പാഹി വന്നു. അത് കഴിഞ്ഞ് അവരെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ശിശുപാൽ സെഹം ഗയെ, ശിശുപാലിന് എന്താ സംഭവിക്കണേ എന്ന് അറിയാത്ത ഒരു ഭാവം. വയ്യ നഹീ സമജ് സക്കെ കി സമ്രാട്ട് നെ ഉനെ ക്യൂം ബുലായാ ഹെ, ശിശുപാലിന് മനസ്സിലായില്ല രാജാവ് എന്തിനാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. कहाँ उस परदेशी ने तो सम्राट से झूठी सच्ची शिकायत नहीं कर दी थी. यह सोचते सोचते वे सिपाहियों के साथ चल पड़े. ശിശുപാൽ അന്ന് വന്ന പരദേശി എന്തെങ്കിലും സത്യവും കള്ളങ്ങൾ ശിശുപാൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രാജാവിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ശിശുപാലിൻ്റെ കുറ്റം ആ പരദേശി പറഞ്ഞു കൊടുത്തുവോ എന്ന് ആലോചിച്ചിട്ട് ശിശുപാൽ സിപ്പാഹിയുടെ കൂടെ പോയി. ദർബാർ മേ പഹുഞ്ചകർ ശിശുപാൽ കാ കലേജ ധടക്നെ ലഗ, രാജകൊട്ടാരത്തിലെത്തിയപ്പോൾ ശിശുപാലിൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. തബി സമ്രാട്ട് അശോക് ദർബാർ മേ പധാരെ ഓർ മുസ്കുരാത്തെ ഹുവേ ബോലെ, നെഞ്ചിടിക്കുക എന്ന് പറഞ്ഞാൽ പേടിയാവാൻ തുടങ്ങി. അപ്പോൾ രാജാവ് രാജകൊട്ടാരത്തിൽ വന്നിട്ട് മുസ്കുരാത്തെ ഹുവേ ബോലെ, ഒരു സ്മൈലിംഗ് ഫേസുമായിട്ട് ശിശുപാലിൻ്റെ അടുത്ത് പറഞ്ഞു ബ്രാഹ്മൺ ദേവത ആപ്നെ മുझे പഹചാൻ ഹി ലിയാ ഹോഗ, ബ്രാഹ്മൺ ദേവത നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണുമല്ലോ. യാദ് ഹേ ആപ്നെ കഹാ താ കി യദി മുझे അവസർ ദിയാ ജായേ തോ मैं न्याय का डंका बजा दूंगा. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ന്യായം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാമെന്ന്. മേ ആപ്കോ അവസർ ദേനാ ചാത്താ ഹൂ, ഞാൻ നിങ്ങൾക്കൊരു ചാൻസ് തരാൻ ആഗ്രഹിക്കുന്നു. ആപ് തയ്യാർ ഹേ, നിങ്ങൾ തയ്യാറാണോ? पहले तो शिशुपाल कुछ घबराए, परंतु फिर उन्होंने बड़ी शांति से गर्दन उठाकर कहा. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ശിശുപാൽ വളരെ പ്രൗഢിയോടെ പറഞ്ഞു യദി സമ്രാട്ട് കി യഹി ഇച്ഛാ ഹെ തോ मैं तैयार हूँ, രാജാവിൻ്റെ ഇതാണ് ഇച്ഛ എങ്കിൽ ഞാൻ റെഡിയാണ്. बहुत ठीक, कल से आप ന്യായ മന്ത്രി ഹുവേ, രാജാവ് പറഞ്ഞു ഓക്കെ ശരി, നാളെ മുതൽ നിങ്ങളാണ് ന്യായമന്ത്രി, അതായത് ജഡ്ജ്. എന്ത് തെറ്റ് സംഭവിച്ചാലും ആരാണ് ശരി ആരാണ് തെറ്റ് എന്നത് ഇനി മുതൽ ശിശുപാലാണ് ചെയ്യേണ്ടത്. सम्राट ने कहा और अपने हाथ से अंगूठी उतारकर शिशुपाल को पहना दी. രാജാവ് ഈ കാര്യം പറഞ്ഞിട്ട് തൻ്റെ കയ്യിലത്തെ മോതിരം ശിശുപാലിന് ഇട്ടുകൊടുത്തു. യേ സമ്രാട്ട് അശോക് കി രാജ്മുദ്ര തി, ഇത് രാജാവിൻ്റെ രാജമുദ്രയായിരുന്നു, അതായത് റോയൽ ഒരു സൈനായിരുന്നു. अब शिशुपाल न्याय मंत्री थे, ഇനി ശിശുപാൽ ഒരു ന്യായമന്ത്രി ആയിരുന്നു. उन्होंने राज्य की समुचित व्यवस्था करनी ആരംഭ കർദി, അദ്ദേഹം രാജ്യത്തിൻ്റെ സമുചിത് വ്യവസ്ഥ പറഞ്ഞ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. उनके सुप्रबंध में से राज्य में पूरी तरह शांति रहने लगी. അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലുള്ള ഐഡിയാസും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാരണം മുഴുവൻ രാജ്യത്തും ശാന്തി തന്നെയായിരുന്നു. കിസിക്കോ കിസി പ്രകാർ കാ ഭയ നഹി താ, ആർക്കും ഒരു തരത്തിലുള്ള പേടിയും ഉണ്ടായിരുന്നില്ല. കിസിക്കെ ഘർ താലെ നഹി ലഗ്തേ ഥേ, ആരുടെയും വീടുകളൊന്നും അടച്ച് പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല.
ലോക് ദർവാജെ തക് ഖുലെ ചോടെ ജാത്തെ थे. ആൾക്കാർ വാതിലും കൂടി തുറന്നു വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് ന്യായമന്ത്രി അത്രയ്ക്കും നല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചാരോ തരഫ് ന്യായമന്ത്രിക്ക് സുപ്രബന്ധ് ഓർ ന്യായക്ക് ധൂം മച്ച് ഗയി. നാല് പുറത്തും അതായത് ആൾക്കാരുടെ ഇടയിൽ ന്യായമന്ത്രിയുടെ ശരിയായ രീതികളെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങി. लगभग 1 महीने बाद किसी ने रात के समय एक पहरेदार की हत्या कर दी. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആരോ രാത്രി ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കൊലപ്പെടുത്തി. പ്രാതःകാൽ होते ही यह बात चारों तरफ फैल गई. രാവിലെ ആകുമ്പോഴേക്കും ഈ വിവരം നാല് പുറത്തും അറിഞ്ഞു. ലോക് ബഡേ ഹൈറാൻ थे. ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു സർപ്രൈസിങ് കാര്യമായി. കാരണം വീട് തുറന്നിട്ടും കൂടി അല്ലേ നടന്നുകൊണ്ടിരുന്നത്. शिशुपाल की तो नींद ही उड़ गई. शिशुपाल उറക്കം തന്നെ ഇല്ലാണ്ടായി. उन्होंने खाना पीना छोड़कर अपराधी का पता लगाने में रात दिन एक कर दिया. അദ്ദേഹം ഭക്ഷണവും വെള്ളമൊക്കെ മാറ്റിവെച്ചിട്ട് ആരാ കുറ്റവാളി എന്ന് കണ്ടുപിടിക്കാൻ ഉള്ള പ്രയാസത്തിലായിരുന്നു. बहुत प्रयत्न करने के बाद जब अपराधी का पता चला तो शिशुपाल के आश्चर्य का ठिकाना न रहा. കുറേ കഷ്ടപ്പെട്ട ശേഷം കുറ്റവാളിയെ കണ്ടുപിടിച്ചപ്പോൾ ശിശുപാലിന് അതിലേറെ സർപ്രൈസിങ് ആയിപ്പോയി. ആശ്ചര്യപ്പെട്ടുപോയി അത് ആരാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ. സ്വയം സമ്രാട്ടിനെ ഉസ് പഹരേദാർ കി ഹത്യ കി थी. രാജാവ് തന്നെയാണ് ആ സെക്യൂരിറ്റി ഓഫീസറിനെ കൊലപ്പെടുത്തിയത്. सम्राट को अपराधी घोषित करना बहुत कठिन काम था. രാജാവിനെ അപരാധി കുറ്റവാളി എന്ന് പറയാൻ വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. ശിശുപാൽ കരേ ഭീ തോ ക്യാ കരേ. ശിശുപാൽ ചെയ്യണമെന്ന് വിചാരിച്ചാലും എന്താണ് ചെയ്യുക. एक और वे न्याय मंत्री थे और दूसरी ओर सम्राट के सेवक. ഒരു സൈഡിൽ അദ്ദേഹം ജഡ്ജുമായിരുന്നു, രണ്ടാമത്തെ സൈഡ് അദ്ദേഹം മറുവശത്ത് അദ്ദേഹം രാജാവിൻ്റെ ഒരു സേവകനും ആയിരുന്നു. परंतु न्याय के दृष्टि में सम्राट और साधारण व्यक्ति में कोई अंतर नहीं होता. ന്യായത്തിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജാവാണെങ്കിലും സാധാരണമായ ഒരാളാണെങ്കിലും അവർ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അഗ്ലേ ദിൻ ശിശുപാൽ ബഹുത് ശാന്ത് थे. അടുത്ത ദിവസം ശിശുപാൽ ഭയങ്കര ശാന്തനായിരുന്നു. ഉन्होंने अपना कर्तव्य निश्चित कर लिया था. അദ്ദേഹത്തിൻ്റെ കർത്തവ്യം തന്നെ പാലിക്കും എന്നത് തീരുമാനിച്ചു. नहा धोकर और वस्त्र बदलकर वे ठीक समय पर दरबार में पहुँचे. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ശിശുപാൽ രാജകൊട്ടാരത്തിൽ എത്തി. सम्राट अशोक सिंहासन पर बैठे हुए थे. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. ആത്തെ ഹി ഉन्होंने शिशुपाल से पूछा अपराधी का पता चला. വന്നതും അദ്ദേഹം ശിശുപാലിൻ്റെ അടുത്ത് ചോദിച്ചു, അപരാധിയെ കണ്ടുപിടിച്ചോ, കുറ്റവാളിയെ കണ്ടുപിടിച്ചോ എന്ന്. ന്യായമന്ത്രിനെ സാഹസ്പൂർവക് കഹ. ന്യായമന്ത്രി എന്ന ശിശുപാൽ ധൈര്യപൂർവ്വം തന്നെ പറഞ്ഞു, ജി ഹാ ചൽ ഗയ. രാജാവെ കുറ്റവാളിയെ കണ്ടുപിടിച്ചു എന്ന്. तो फिर उसे उपस्थित करो. എന്നാൽ പിന്നെ കുറ്റവാളിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. न्यायमंत्री कुछ रुके, फिर अपने एक उच्च अधिकारी को संकेत करते हुए बोले, धनवीर गिरफ्तार कर लो, मैं आज्ञा देता हूँ. संकेत सम्राट की ओर था. ന്യായമന്ത്രി കുറച്ച് നിന്നിട്ട് തൻ്റെ ഉच्च അധികാരി അവിടെ തന്നെ അവരുടെ ഗ്രൂപ്പിലുള്ള ഒരു ഹൈ ഒഫീഷ്യലിൻ്റെ അടുത്ത് പറഞ്ഞു, ധൻവീർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോളൂ, ഞാൻ കൽപ്പിക്കുന്നു. സങ്കേത് സമ്രാട്ട് കി ഓർ ഥാ. രാജാവിൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോളൂ. ദർബാർ മേ നിസ്തബ്ധത ഛാ ഗയി. നിസ്തബ്ധത പറഞ്ഞാൽ കംപ്ലീറ്റ് സൈലൻസ്. രാജകൊട്ടാരത്തിൽ ഇത് കേട്ടതും ഫുൾ സൈലൻ്റ് ആയിപ്പോയി. സമ്രാട്ട് കാ ചെഹ്റ ക്രോധ് സെ ലാൽ ഹോ ഗയ. രാജാവിൻ്റെ മുഖമാണെങ്കിൽ ദേഷ്യം കൊണ്ട് ചുവന്നുപോയി. വേ സിംഹാസൻ സെ ഉഠ് ഖഡേ ഹുവേ ഓർ ബോലെ, ഇത്നാ സാഹസ്. അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് എണീച്ചിട്ട് പറഞ്ഞു, ഇത്രയ്ക്കും ധൈര്യമോ.
ന്യായമന്ത്രി ने ऐसा भाव प्रकट किया जैसे कुछ सुना ही ना हो. ഇത്രയ്ക്ക് ധൈര്യമോ എന്ന് ചോദിച്ചിട്ടും ന്യായമന്ത്രിയുടെ മുഖഭാവം ഒട്ടും മാറിയില്ല. ഒന്നും കേൾക്കാത്ത രീതിയിൽ തന്നെ ന്യായമന്ത്രി നിന്നു. उन्होंने अपने शब्दों को फिर दोहराया. രാജാവ് പിന്നെയും ദോഹരായ റിപ്പീറ്റ് ചെയ്തു. രാജാവല്ല, ശിശുപാൽ റിപ്പീറ്റ് ചെയ്തു. ധൻവീർ ദേഖ്തേ ക്യാ ഹോ, അപരാധി കോ ഗിരഫ്താർ കരോ. ശിശുപാൽ വീണ്ടും ആ ധൻവീറിനടുത്ത് പറഞ്ഞു, എന്താ നോക്കി നിൽക്കുന്നത്, കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യൂ എന്ന്. दूसरे ही क्षण सम्राट के हाथों में हथकड़ी पड़ गई. हथकड़ी हैंड कप्स. ഇത് പറഞ്ഞതും ധൻവീർ രാജാവിൻ്റെ കയ്യിൽ ഹാൻഡ് കപ്സ് ഇട്ടു. ന്യായമന്ത്രി ने कहा, अशोक तुम पर पहरेदार की हत्या का अपराध लगाया जाता है. ന്യായമന്ത്രി പറഞ്ഞു, രാജാവ് എന്നല്ല, രാജാവിൻ്റെ പേര് വിളിച്ചിട്ട് തന്നെ, അശോക്, നിങ്ങളുടെ മേലെ സെക്യൂരിറ്റിയെ കൊലപ്പെടുത്തിയ അപരാധം ഉണ്ട്. തും ഇസ്കാ ക്യാ ഉത്തർ ദേത്തെ ഹോ, നിങ്ങൾക്ക് ഇതിന് എന്താണ് ഉത്തരം തരാനുള്ളത്. സമ്രാട്ട് ഹോട്ട് കാട്ട്കർ രഹ ഗയേ. രാജാവ് ചുണ്ടൊക്കെ കടിച്ച് ഒരു പേടി, ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്നുപോയി. ന്യായമന്ത്രിനെ ഫിർ പൂച്ച. ന്യായമന്ത്രി പിന്നെയും ചോദിച്ചു, तो तुम अपराध स्वीकार करते हो, അപ്പോൾ നിങ്ങൾ കുറ്റം ചെയ്തു എന്ന് സ്വീകരിക്കുന്നു. हाँ मैंने उसे मारा अवश्य है, पर वह उद्दंड था. सम्राट का उत्तर था. രാജാവ് പറഞ്ഞു, ഞാൻ തന്നെ അവനെ അടിച്ചത് എന്ന്, കൊലപ്പെടുത്തിയത് എന്ന്, പക്ഷേ അവൻ ഉദ്ദണ്ഡ് ആയിരുന്നു. ഉദ്ദണ്ഡ് പറഞ്ഞാൽ ബാഡ് ബിഹേവിയർ എന്ന ആളായിരുന്നു, നല്ല സ്വഭാവമുള്ള ആളായിരുന്നില്ല അയാൾ. वह उद्दंड था या नहीं, तुमने एक राज कर्मचारी की हत्या की है. അദ്ദേഹം ഉദ്ദണ്ഡ്, ബാഡ് ബിഹേവിയർ, നല്ല സ്വഭാവമുള്ള വ്യക്തി ആയിരുന്നോ അതെയോ അല്ലയോ, രാജകർമ്മചാരി, അതായത് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സേവകനെയാണ് നിങ്ങൾ കൊലപ്പെടുത്തിയത്. തും അപരാധി ഹോ, നിങ്ങൾ ഒരു കുറ്റവാളി തന്നെയാണ്. തുമേ മൃത്യുദണ്ഡ് ദിയാ ജാതാ ഹെ, നിങ്ങൾക്ക് ഡെത്ത് പണിഷ്മെൻ്റ് ആയിരിക്കും കിട്ടണത്. ന്യായമന്ത്രിനെ നിർണയ ലിയ. ന്യായമന്ത്രി ഡിസിഷൻ എടുത്തു. സാരി സഭാമേ സന്നാട്ട ഛാ ഗയ. സന്നാട്ട അഗെയിൻ സൈലൻസ് തന്നെയാണ് മീനിങ്. മുഴുവൻ രാജകൊട്ടാരത്തിലും ഫുൾ സൈലൻസ് ആയിപ്പോയി. कोई कल्पना भी नहीं कर सकता था कि सम्राट को अपराधी घोषित कर दंडित भी किया जा सकता है. ആർക്കും വിശ്വസിക്കാൻ തന്നെ പറ്റിയില്ല. കൽപ്പന അല്ലെങ്കിൽ ഇമാജിനേഷൻ, ആർക്കും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു രാജാവിനെ കുറ്റവാളി പറയാനും അദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള കാര്യം പറയാനും. ന്യായമന്ത്രി കാ നിർണയ സുൻ സമ്രാട്ടിനെ സിർ ജുക്കാ ലിയ. ന്യായമന്ത്രിയുടെ ഡിസിഷൻ കേട്ടിട്ട് രാജാവ് തല കുനിച്ചു നിന്നു. വേ തോ സ്വയം ശിശുപാൽ കി പരീക്ഷ ലേനാ ചാത്തേ ഥേ. രാജാവ് സ്വയം ശിശുപാലിൻ്റെ ഒരു പരീക്ഷ എടുക്കാനാണ് ശിശുപാലിനെ ന്യായമന്ത്രി എന്ന് ആക്കിയത്. ശിശുപാൽ അപ്നി പരീക്ഷാമേ സഫൽ ഹോ ഗയേ ഥേ. ശിശുപാലിന് കൊടുത്ത ഒരു പരീക്ഷണമായിരുന്നു അത്, അതിൽ അദ്ദേഹം സഫലമായി. सम्राट का हृदय ऐसे व्यक्ति को पाकर गदगद हो गया था. സമ്രാട്ടിന്, രാജാവിന് ഇങ്ങനത്തെ ഒരാളെ കിട്ടിയതിൽ വളരെ നല്ല ഒരു അനുഭവമാണ് ആയത്. കാരണം രാജാവാണെങ്കിലും സാധാരണ ആളാണെങ്കിലും കുറ്റവാളി എപ്പോഴും കുറ്റവാളി തന്നെയാണ് എന്നായിരുന്നു ശിശുപാലിൻ്റെ ഒരു കണക്ക്. तभी न्याय मंत्री का संकेत पाकर एक कर्मचारी सम्राट अशोक की सोने की मूर्ति लेकर उपस्थित हो गया. അപ്പോൾ ന്യായമന്ത്രി ഒരു സിഗ്നൽ കൊടുത്തു ഒരു കർമ്മചാരിക്ക്, അവിടെ തന്നെ ജോലി ചെയ്യുന്ന വേറൊരാൾക്ക്, സമ്രാട്ട് അശോകിൻ്റെ, രാജാവിൻ്റെ ഒരു സ്വർണത്തിൻ്റെ മൂർത്തി അങ്ങടേക്ക് കൊണ്ടുവരാൻ. ന്യായമന്ത്രിനെ ഖഡേ ഹോക്കർ കഹ. ന്യായമന്ത്രി നിന്നിട്ട് പറഞ്ഞു, സജ്ജനോ യേ സച്ച് ഹേ കി ഞാൻ ന്യായമന്ത്രി ഹൂ. ആൾക്കാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ, ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ന്യായമന്ത്രി തന്നെയാണ്, അതൊരു സത്യമായ കാര്യമാണ്. യേ ബി സച്ചേക്ക് അപരാധിക്കോ ദണ്ഡ് മിൽനാ ചാഹിയേ. ഇതും സത്യമാണ്, കുറ്റവാളിക്ക് എപ്പോഴും പണിഷ്മെൻറ്റ് കിട്ടണം. പരന്തു അപരാധി ഓർ കോയി നഹി, സ്വയം സമ്രാട്ട് ഹേ. പക്ഷേ ഇവിടെ കുറ്റവാളി വേറെ ആരുമല്ല, രാജാവ് തന്നെയാണ്. ശാസ്ത്രോമേ രാജാ കോ ഈശ്വർ കാ റൂപ് മാനാ ഗയാ ഹേ, ഇസ്ലിയെ ഉസേ ഈശ്വർ ഹി ദണ്ഡ് ദേ സക്താ ഹേ. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് രാജാവ്
ഈശ്വരൻ്റെ രൂപമാണ്. അപ്പോൾ രാജാവിന് ഈശ്വരൻ തന്നെ പണിഷ്മെൻറ്റ് കൊടുക്കും. അത്തഏവ് मैं आज्ञा देता हूँ कि सम्राट को चेतावनी देकर छोड़ दिया जाए. അതായത് അത് കാരണം ഞാൻ ആജ്ഞ കൊടുക്കുന്നു, രാജാവിന് ഒരു വാർണിംഗ്, ചേതാവനി പറഞ്ഞാൽ വാർണിംഗ് കൊടുത്തിട്ട് വിടണം എന്ന്. और उनके स्थान पर इस सोने की मूर्ति को फांसी पर लटका दिया जाए जिससे लोगों को शिक्षा मिले. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഈ സ്വർണത്തിൻ്റെ മൂർത്തി, സ്റ്റാച്യു ഫാസി പർ, അതായത് തൂക്ക് കയറിൽ ചെയ്യണം എന്നും ആ പണിഷ്മെൻറ്റ് കിട്ടണം എന്നും. കാരണം ആൾക്കാർക്ക് മനസ്സിലാവണം എന്ത് ശിക്ഷയുണ്ടെങ്കിലും എന്ത് കുറ്റം ചെയ്താലും അതിനുള്ള ശിക്ഷ എന്തായാലും ഉറപ്പായിരിക്കും. ന്യായ മന്ത്രി का ന്യായ सुन लोग उनकी जय जयकार कर उठे. ന്യായമന്ത്രിയുടെ ഈ ന്യായം കേട്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടമായിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. जब सब लोग चले गए तो शिशुपाल ने राजमुद्रा सम्राट अशोक के सामने रख दी. എല്ലാവരും പോയപ്പോൾ ശിശുപാൽ രാജാവ് തന്ന ആ രാജമുദ്ര, റോയൽ സൈൻ, രാജാവിനെ തന്നെ തിരികെ കൊടുത്തിട്ട് പറഞ്ഞു. और बोले, महाराज ये राजमुद्रा वापस ले ले, मुझसे ये बोझ नहीं उठाया जाएगा. രാജാവേ, ഈ രാജമുദ്ര തിരികെ എടുത്താലും എന്നെ കൊണ്ട് ഈ ബോജ് പറഞ്ഞാൽ ബേർഡൻ, ഈ ബേർഡൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. अशोक ने सम्मान भरी दृष्टि से उनकी ओर देखते हुए गदगद कंठ से कहा. രാജാവ് സമ്മാൻ ഭരി, നല്ല റെസ്പെക്റ്റ്ഫുള്ളി നോക്കിയിട്ട്, റെസ്പെക്റ്റ് പറഞ്ഞാൽ നല്ല രീതിയിലല്ലേ ശിശുപാൽ ചെയ്തത്, അപ്പോൾ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നോക്കിയിട്ട് നല്ല പ്രൗഢിയോടെ പറഞ്ഞു. ഗദ്ഗദ് നല്ല പ്രൗഢിയോടെ അല്ലെങ്കിൽ ഗർവത്തോടെ തന്നെ പറഞ്ഞു. ആപ്നെ മേരി ആഖേ ഖോൽ ദി, നിങ്ങളാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. ആപ്കാ സാഹസ് പ്രശംസനീയ ഹെ, നിങ്ങളുടെ ധൈര്യം എപ്പോഴും അപ്രീഷിയബിൾ ആണ്. പ്രശംസനീയ പറഞ്ഞാൽ പ്രശംസിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. യേ ബോജ് ആപ്കെ അതിരിക്ത് ഓർ കോയി നഹി ഉഠാ സക്ത. ആപ്കെ അതിരിക്ത് എന്നാൽ നിങ്ങളല്ലാതെ ഈ ഒരു ബേർഡൻ ആർക്കും എടുക്കാൻ പറ്റില്ല. ന്യായമന്ത്രി നിരുത്തർ ഹോഗൈ, ഇത് കേട്ടതും ന്യായമന്ത്രിക്ക് ഉത്തരം ഇല്ലാത്ത ഒരു അവസ്ഥയായി.